ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ഒരുപാട് പ്ലാനിങ് ഉണ്ട്. പക്ഷേ ഒന്നും യഥാർത്ഥത്തിൽ നടക്കുന്നില്ല. ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിട്ടും ഒന്നും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സംഭവിക്കുന്നില്ല. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾക്ക് തോന്നും, ഒന്നും എൻ്റെ വഴിക്ക് നടക്കുന്നില്ല. നത്തിങ് ഈസ് ഹാപ്പനിങ് ഇൻ മൈ ഫേവർ. എല്ലാം നമ്മളെ വെല്ലുവിളിക്കുന്നത് പോലെ, നമുക്ക് കഷ്ടപ്പാട് തരുന്നത് പോലെയാണ് സംഭവിക്കുന്നത്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കെവിടെയോ അപ്പോഴും അറിയാം, നമ്മൾ മനസ്സ് വെച്ചാൽ, നമ്മൾ കുറെ കൂടി എഫേർട്ട് ഇട്ടാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇനിയും നേടാൻ കഴിയും. നമ്മുടെ ആഗ്രഹങ്ങളിലേക്ക് കുറെ കൂടി അടുക്കാനായിട്ട് കഴിയും. പക്ഷേ എന്താണ് നമ്മളെ ഇതിൽ നിന്നെല്ലാം പിടിച്ചു നിർത്തുന്നത്? സാഹചര്യങ്ങളെ ചൂണ്ടി, മറ്റുള്ളവരെ ചൂണ്ടി, കുറേ പക്ഷേ പറഞ്ഞ് നമ്മൾ കുറേ എക്സ്ക്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊന്നുമല്ല നമ്മളെ പിടിച്ചു നിർത്തുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ഒരു ഭയമാണ്, ഒരു ഡൗട്ടാണ്, ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത സിറ്റുവേഷനാണ്, നമ്മൾ കൊണ്ടു നടക്കുന്ന നമ്മുടെ ലേസിനെസ്സാണ്. ഒരു കാര്യം ആദ്യം നമ്മൾ മനസ്സിലാക്കണം, ഇതെല്ലാം ജീവിതകാലം മുഴുവൻ നമ്മുടെ കൂടെ കാണും. നമ്മുടെ ചെറിയ ഭയങ്ങൾ കാണും, നമ്മുടെ ചില ഡൗട്ട്സ് കാണും, നമുക്ക് പലപ്പോഴും കോൺഫിഡൻസ് ഇല്ലാത്ത സിറ്റുവേഷൻസ് ഉണ്ടാകും, നമ്മൾ പലപ്പോഴും മടി പിടിച്ചിരിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകും. ഇതെല്ലാം ജീവിതത്തിൽ എല്ലാ കാലവും നമ്മുടെ കൂടെ കാണും. പക്ഷേ ഇതൊന്നും ഒരു എക്സ്ക്യൂസായിട്ട് പറഞ്ഞ്, ഇതിനെയെല്ലാം കാരണമായിട്ട് ചൂണ്ടിക്കാണിച്ച് നമുക്ക് പിന്നോട്ട് വലിഞ്ഞ് മാറി നിൽക്കാൻ പറ്റില്ല. ഇതിനെ ഫേസ് ചെയ്യാനും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുള്ളപ്പോഴും മുമ്പോട്ട് പോകാനും നമ്മൾ പഠിക്കണം. അതെ, നമ്മൾ ഒരുപാട് സ്വപ്നം കണ്ട് ഒരുപാട് പ്ലാൻ ചെയ്യുന്ന ആളാണ്. നമുക്കത് വേണം, നമുക്ക് ആ കമ്പനിയിൽ കയറണം, നമുക്കിത് ജീവിതത്തിൽ ചെയ്യണം, നമുക്ക് ആ സ്ഥലത്ത് പോകണം, അല്ലെങ്കിൽ ഇത്രയും മാർക്ക് മേടിക്കണം. പക്ഷേ ഇതെല്ലാം നമ്മുടെ തോട്ട്സും മാത്രമാണ്, നമ്മുടെ തലയിലുള്ള ഐഡിയാസും മാത്രമാണ്. പക്ഷേ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ അതിന് നമ്മൾ എഫോർട്ട് ഇടണം. നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നത് പോലെ എളുപ്പമല്ല നമ്മുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കുക, ഇതുപോലെ തന്നെ ആഗ്രഹിക്കുന്ന എത്രയോ പേരുണ്ടാകും. എല്ലാവർക്കും കിട്ടുന്നില്ല, എല്ലാവരും അതെല്ലാം നേടിയെടുക്കുന്നില്ല. എന്തുകൊണ്ടാണ്? കാരണം നമുക്കൊരാഗ്രഹം മാത്രം പോരാ, അതിനൊരു കമ്മിറ്റ്മെൻറ്റ് വേണം. നമുക്കെന്തെങ്കിലും ജീവിതത്തിൽ വേണമെങ്കിൽ വി ഹാവ് ടു കമ്മിറ്റ് ടു ഇറ്റ്. ഐഡിയാസ് വിത്തൗട്ട് ആക്ഷൻസ് ഈസ് യൂസ്ലെസ്. കാരണം എളുപ്പമായിരുന്നെങ്കിൽ എല്ലാവരും ചെയ്തേനെ. പക്ഷേ എല്ലാ കാര്യത്തിലും നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ളൊരു വിലയുണ്ട്, നമ്മൾ ഇടേണ്ട ഒരു എഫോർട്ടുണ്ട്. അവിടെയാണ് ഇതിൻ്റെ വ്യത്യാസം ഇരിക്കുന്നത്, അവിടെയാണ് ഇതിൻ്റെ പെയിൻ പോയിന്റ് ഇരിക്കുന്നത്. വാൾട്ട് ഡിസ്നി പറയുന്ന ഒരു കാര്യമുണ്ട്, ഓൾ അവർ ഡ്രീംസ് ക്യാൻ കം ട്രൂ ഇഫ് വി ഹാവ് ദ കറേജ് ടു പെർസ്യൂ ദം. അദ്ദേഹം പറയുന്നത്, സ്വപ്നങ്ങളെ പിന്തുടരാൻ വേണ്ടത് സാഹചര്യങ്ങളല്ല, പണമല്ല, ധൈര്യമാണ് വേണ്ടത്. നമ്മളെ തന്നെ ഫേസ് ചെയ്യാൻ, നമ്മുടെ ലേസിനെസ്സിനെ ഫേസ് ചെയ്യാൻ, നമ്മുടെ ഭയങ്ങളെ ഫേസ് ചെയ്യാൻ ആ ധൈര്യമാണ് വേണ്ടത് നമുക്ക് സ്വപ്നങ്ങളുടെ പുറകെ പോകണമെങ്കിൽ. യു ഹാവ് ടു ബിക്കം മാസ്റ്റർ ഓഫ് യുവർ സൈഡ്. കാരണം മറ്റാരും നമ്മളെ കൊണ്ട് ഇത് ചെയ്യിക്കില്ല. യു ഹാവ് ടു മേക്ക് യുവർ സെൽഫ് ഡൂയിങ്. നമ്മൾ തന്നെ പുഷ് ചെയ്യണം, നമ്മൾ തന്നെ നമ്മളോട് പറയണം, നിനക്ക് മടി വരും, നിനക്ക് ലേസിനെസ് വരും, നിനക്ക് പലപ്പോഴും മൂഡുണ്ടാവില്ല, ബട്ട് യു ഹാവ് ടു സ്റ്റിൽ ഗോ ആൻഡ് യു ഹാവ് ടു സ്റ്റിൽ ഡു ഇറ്റ്. കാരണം ദിസ് ഈസ് യുവർ ഡ്രീം. ഇത് നിന്റെ സ്വപ്നമാണ്, ഇത് മറ്റൊരാൾ കാണുന്ന സ്വപ്നമല്ല, ഇത് നിന്റെ സ്വപ്നമാണ്. എ.ആർ. റഹ്മാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഐ ഹാവ് ടു മെനി റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് പ്രിൻസിപ്പിൾസ്. ദർ ഈസ് നോ ടൈം ഫോർ ഗിൽറ്റി പ്ലഷേഴ്സ്. അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളുടെ വലിപ്പമാണ്, അദ്ദേഹത്തിനുണ്ടായിരുന്ന കഴിവിൻ്റെ വലിപ്പമാണ് പറയുന്നത്. അതിനുവേണ്ടി എഫേർട്ട് ഇടണമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ആ മേഖലയിൽ വളരണമെങ്കിൽ അത്രമാത്രം സമയവും കഷ്ടപ്പാടും വേണമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, എന്നെ പിടിച്ചു വലിക്കുന്ന ചെറിയ ചെറിയ സുഖങ്ങൾക്ക്, ചെറിയ ചെറിയ സന്തോഷങ്ങൾക്ക് എനിക്ക് സമയമില്ലായിരുന്നു. ബിക്കോസ് ഐ ഹാഡ് ബിഗർ തിങ്സ് ടു ഡു. നമ്മൾ പലപ്പോഴും ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോകുന്നത് ഇങ്ങനെ ചെറിയ ചെറിയ സുഖങ്ങളും ചെറിയ ചെറിയ ലേസിനെസ്സിനും എല്ലാം വേണ്ടി മാത്രമാണ്. ദിസ് ചോയ്സ് വി മേക്ക്. നമ്മളെടുക്കുന്ന ഒരു തീരുമാനമാണിത്. ദർ ഈസ് നോ ടൈം ഫോർ ഗിൽറ്റി പ്ലഷേഴ്സ്. നമ്മളെ പല സൈഡിൽ നിന്നും പല കാര്യങ്ങൾ ഒരുമിച്ച് വലിക്കുന്നുണ്ടാകും. നമ്മുടെ എക്സ്ക്യൂസസ്, മറ്റുള്ളവർ നമ്മളെ തളർത്താൻ പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്നത്, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മളെ പിന്നോട്ട് വലിക്കുന്നുണ്ടാകും. ബട്ട് വി ഹാവ് ടു ചൂസ് ടു കമ്മിറ്റ് ടു അവർ ഡ്രീം. അങ്ങനെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഇല്ലാത്തിടത്തോളം കാലം നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ പ്ലാനുകളും ഐഡിയാസ് മാത്രമായിട്ടിരിക്കും, നമ്മുടെ തലയിലുള്ള വെറും ചിന്തകൾ മാത്രമായിട്ടിരിക്കും. ബട്ട് ഇഫ് യു സ്റ്റാർട്ട് കമ്മിറ്റിംഗ്, ഇഫ് യു സ്റ്റാർട്ട് പുട്ടിങ് ഇൻ വർക്ക്, ദേ വിൽ സ്റ്റാർട്ട് ബിക്കമിങ് റിയാലിറ്റി. നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ സംഭവിക്കാനായിട്ട് തുടങ്ങും. ബിക്കോസ് ഇഫ് യു ഹാവ് ദ കറേജ് ടു പെർസ്യൂ ദം, യുവർ ഡ്രീംസ് വിൽ കം ട്രൂ.